കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അദ്ദേഹം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ധ്യാനഗുരുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോൾ ആ കണ്ടുമുട്ടിയ സമയത്ത് അദ്ദേഹം ആ ധ്യാനഗുരുവിനെ മാർക്കറ്റ് ചെയ്യായിരുന്നു. ക്യാൻസറിനേക്കാളും മാരകമായ അസുഖം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാറ്റിയ അനുഭവത്തെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പായി. ദ ഗോസ്പലിൽ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ്. അതിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈശോ പറയുന്നത്. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പിതാവിൻ്റെ ഇഷ്ടം എന്നാണ് പറയേണ്ടത്. പക്ഷെ വചനം പറയുന്നത് മറ്റുള്ളവരെന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് വിചാരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുക. മറ്റുള്ളവരെന്ന് പറയുന്നത് സാധാരണ വിശ്വാസികളല്ല, സാധാരണ വിശ്വാസികളെ നയിക്കുന്ന നേതാക്കന്മാരെന്താ പറയുന്നത്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ധ്യാനഗുരുക്കന്മാരെന്താ പറയുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? എനിക്ക് നിങ്ങളെ അറിയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇതൊന്നും അല്ല എനിക്ക് വേണ്ട, ഇതൊന്നും അല്ല എൻ്റെ അപ്പൻ്റെ ആവശ്യം. പിന്നെന്താ അപ്പൻ്റെ ആവശ്യം? എൻ്റെ വചനം പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീട് പണിതവൻ. വീഴൂല. നമ്മൾ വചനം പറയുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, പിശാചുകളെ പുറത്താക്കുന്നു. ഇല്ല, നിൻ്റെ ജീവിതത്തിൽ നീ എൻ്റെ വചനം പാലിക്കുന്നുണ്ടോ? നീ വചനം പാലിക്കാതെ മറ്റുള്ളവരുടെ വചനം നീ പഠിപ്പിക്കുകയാണെങ്കിൽ നിൻ്റെ വീഴ്ച അത് വലുതായിരിക്കും. വീണു.